ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് നമസ്കാരം. ഞാനിന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് വാഴയിലയിൽ പൊള്ളിച്ച കരിമീനാണ്. ഇനി നമുക്കതിൻ്റെ റെസിപ്പിയിലേക്ക് കിടക്കാം. അതിനാവശ്യമായ 1.5 കിലോ കരിമീനാണ് ഇവിടെ എടുത്തു വച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. ആവശ്യത്തിന് മുളക് പൊടി എടുക്കുക. കാശ്മീരി മുളക് പൊടിയാണ്. ഏകദേശം 3-3.5 സ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, ചെറിയ ടീസ്പൂൺ, പിന്നീട് നമ്മളിതിന് ഉള്ളി വഴറ്റുന്ന സമയം ചേർക്കുന്നുണ്ട്, അതിനാലാണ് കുറച്ച് ചേർക്കുന്നത്. 1 ടീസ്പൂണോളം കുരുമുളക് പൊടി, ചെറിയ അളവിൽ കായപ്പൊടി ചേർക്കുന്നത് നല്ലതാണ്. ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത്, ഒരു ചെറുനാരങ്ങ നീര് പിഴിഞ്ഞത്, എന്നിവ ചേർത്ത് മിക്സ് ചെയ്യുക. അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ കൂടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം. നമുക്കിനി ഓരോന്നിലേക്കും അരപ്പ് ചേർത്ത് അരമണിക്കൂറോളം വെക്കാവുന്നതാണ്. അങ്ങനെയെല്ലാം നമ്മൾ അരപ്പ് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് അരമണിക്കൂറോളം ഇനി ഇങ്ങനെ അരപ്പ് പുരട്ടി നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇത് കുറേശ്ശായി വറുത്തെടുക്കാം. സാധാരണ നമ്മൾ മൂപ്പിച്ചെടുക്കുന്ന പോലെ മൂപ്പിക്കരുത്. പകുതി മൂത്ത് കഴിയുമ്പോൾ തന്നെ അത് തിരിച്ചെടുക്കേണ്ടതാണ്. നമ്മുടെ മീൻ ആവശ്യത്തിന് മൂത്തിട്ടുണ്ട്. നമുക്കത് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് അടുത്ത ട്രിപ്പ് മീനിടാവുന്നതാണ്. അടുത്തത് ഏകദേശം കറക്റ്റ് പരുവമായിട്ടുണ്ട്. നമുക്ക് തിരിച്ചിടാവുന്നതാണ്. പിന്നെ നമ്മുടെ രണ്ടാമത്തെ മീൻ പൊളിച്ചത് റെഡി ആയിട്ടുണ്ട്. നമുക്കത് പാത്രത്തിലേക്ക് എടുക്കാം. ഇനി നമുക്ക് കുറച്ച് കൂടുതൽ കൊച്ചുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്.
ചുവന്നുള്ളിയും രണ്ട് സവോളയും ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് എന്നിവയാണിത്. അത് നമുക്കൊന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കാം. അതിലേക്ക് ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കാം. മീൻ ഇലയിൽ വെച്ചാണ് നമ്മൾ വേവിച്ചെടുക്കുന്ന ലാസ്റ്റിൽ. ഇതിനായി ചെറുതായി വാട്ടിയെടുക്കാവുന്നതാണ്. ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇത്തിരി കൂടി പൊടി ഐറ്റംസ് ഇടാം. അതിലേക്ക് ഒരു 1.5 സ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിളക്കിയതിന് ശേഷം ഏകദേശം ഒരു 3 തക്കാളി സ്ലൈസ് ചെയ്തത് ചേർത്തിളക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് എടുക്കാവുന്നതാണ്. അങ്ങനെ കരിമീൻ പൊള്ളിക്കാനുള്ള മസാല തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കത് വാഴയില വെച്ച് പൊള്ളിച്ചെടുക്കാം. നമുക്ക് വാഴയിലേക്ക് കുറച്ച് അരപ്പ് ചേർത്തിട്ട് അതിലേക്ക് ഫിഷ് ആദ്യം എടുത്ത് വെക്കാം. പുറമെ ഇത്തിരി അരപ്പ് കൂടി ചേർക്കാം. അതിനുശേഷം പതുക്കെ ഇല പൊതിഞ്ഞ് കെട്ടാവുന്നതാണ്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ പൊള്ളിച്ച് തിന്നുന്നതിന്.
വാഴയില വാട്ടി തിന്നുന്ന എന്തായാലും നമുക്കെല്ലാവർക്കും ഒരു രുചി തന്നെയാണ്. എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് പ്രത്യേകം നന്ദിയുണ്ട്. ഇനിയും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. നമുക്കിനി ഇത് പൊള്ളിച്ചെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മീൻ പൊള്ളിക്കാനായിട്ട് വെക്കാവുന്നതാണ്. ഒരു വശം മൂത്തിട്ട് നമുക്കൊന്നുകൂടെ തിരിച്ചിട്ട് മൂപ്പിക്കാം. അങ്ങനെ നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് കാണാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം.